കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ഉമ്മ OP-യിൽ കുറച്ച് തിരക്കായ സന്ദർഭത്തിൽ കുറച്ചൊരു നമ്മൾ ആൾക്കാർ ഒരു കൂട്ടം തിരക്ക് അനുഭവപ്പെട്ടു. കാരണം ഞാൻ വരാൻ കുറച്ച് വൈകി. അപ്പൊ ഒരു ഉമ്മ പിറകിലൂടെ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ, മോനെ പഴയ മരുന്ന് വാങ്ങിയാൽ മതി, ഇനി ഇവിടെ കാത്തുക്കാളെ നേരല്ല, ഞാൻ മരുന്ന് ഇനി പരിശോധിക്കണമെന്നില്ല, ഞാൻ ഇവിടെ മരുന്ന് കിട്ടുമോ നോക്കി, എഴുത്തില്ലാതെ തരൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ, എൻ്റെ വീട്ടിലൊരു മോനുണ്ട്, 45 വയസ്സായ എൻ്റെ ഒരു മകണ്ട്, മന്ദബുദ്ധി. മോനെ ഞാനാണ് നോക്കുന്നത്. ഞാൻ അയൽപക്കത്തെ സ്ത്രീനെ ഏൽപ്പിച്ച് പോകുന്നതാണ്. ഒരു മുഷിയും 2 മണിക്കൂറിലധികമായി സമയം. അതുകൊണ്ട് ഒരു മുഷി ഞാൻ പോവുകയാണ്, എനിക്ക് ആ പഴയ മരുന്ന് തന്നെ എഴുതി തന്നാൽ മതി. അമ്മാന്റെ കണ്ണിങ്ങനെ കാണണം. പിന്നെ വെറുതെ അമ്മാനോട് ഒരു അറിയാൻ വേണ്ടി ഇങ്ങനെ പ്രസംഗത്തിൽ നമുക്ക് പറയാലോ, അതിനെ വേണ്ടി ഞാൻ ചോദിച്ചു അമ്മാനോട്, ഉമ്മ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആ അമ്മ പറഞ്ഞ മറുപടി എന്താ പറയുക, ഞാൻ മരിച്ചിട്ട്, എന്റെ മകൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൻ പാടുള്ളൂ, എന്റെ മോൻ മരിച്ചിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. 45 വയസ്സായ മന്ദബുദ്ധിയായ ഒരു മകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അല്ലെ. ഒരു കല്യാണത്തിന് അമ്മ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാവും. അങ്ങനെ ഒരു പെരിയിൽ കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തോടെ നിങ്ങൾ ആ പെരന്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലെ മുറിയിൽ അവിടുത്തെ വയസ്സായ വല്യമാര് കുത്തിരക്കുണ്ടാവും, വടായി സൊറയും പറഞ്ഞിട്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിട്ട് അല്ലേ. ആ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഒരു ഉമ്മയാണ് കല്യാണത്തിന് പോകാതെ മലം പോയാൽ വൃത്തിയാക്കിയ 45 വയസ്സായ മകന്റെ മലം കോരി ആ മകനെ കുളിപ്പിച്ച് നോക്കുന്ന ഒരു ഉമ്മ. ഒരു കല്യാണത്തിന് അമ്മ കൂടിയിട്ടില്ല, ഒരു ടൂറിന് അമ്മ പോയിട്ടില്ല, കാലം ഇത്രയും ആ മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മാന്റെ ആഗ്രഹം എന്താ അറിയോ, ആ മകൻ മരിച്ചിട്ട് ഞാൻ മരിക്കാൻ പാടുള്ളൂ.